നമ്മുടെ സ്മാർട്ട് മണിയുടെ പുതിയ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം പുതിയ വർഷം 2025 നമുക്ക് സാമ്പത്തികമായി എങ്ങനെ ഉഷാറാവാം, ഈ ഒരു തീമിലാണ് നമ്മുടെ ഇന്നത്തെ സംസാരം. അപ്പോൾ പുതിയ വർഷം ആരംഭിക്കുന്നു, എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. ഈ പുതിയ വർഷത്തിലെങ്കിലും സമാധാനമുള്ള, കടമില്ലാത്ത, സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്ന ഒരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അപ്പം എൻ്റെ ചോദ്യം, ഈ 2025 കടമില്ലാത്ത ഒരു സാമ്പത്തിക ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ഈ 2025 എനിക്ക് എവിടെയെങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാന മാർഗം ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? അതേപോലെ ഈ 2025 സാമ്പത്തികമായ വിഷയങ്ങളിൽ നല്ല നിയന്ത്രണം കൊണ്ടുവരികയും എന്നിട്ട് മുന്നോട്ടുള്ള യാത്രയിലേക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ എത്ര പേര് തയ്യാറുണ്ട്? ഈ 3 ചോദ്യം ഞാൻ ചോദിച്ചത് ഈ 2025 വരുമ്പോൾ നമുക്ക് അത് ഇപ്പം തന്നെ അത് കണ്ടറിഞ്ഞ് പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് ഈ 2025 എന്നത് വെറും ഒരു വർഷമായിരിക്കില്ല, നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങളുടെ ഒരു തുടക്കമായിരിക്കും ഇത്. അപ്പോൾ എന്നെ പരിചയപ്പെട്ടാൽ ഞാൻ അൻസാർ മുഹമ്മദ്. ഞാൻ ഈ സ്മാർട്ട് മണി എന്ന പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രവാസികൾക്ക് വേണ്ടി. അപ്പോൾ ഞാൻ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും പ്രവാസികളുമായി സംവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പല തരത്തിലുള്ള പ്രവാസികളെ കാണുകയും അവരുമായി സംസാരിക്കുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് ഈ മേഖലയിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ റിയാദിലാണുള്ളത്. ഞാനൊരു ബിസിനസ്സുകാരനാണ്. ഞാൻ മിറാക്ക് വൺ എന്ന് പറഞ്ഞൊരു ഫിറ്റ് ഔട്ട് കമ്പനിയുടെ CEO ആണ്. അപ്പം നമ്മുടെ ഈ പരിപാടിയിൽ നിങ്ങളുടെ ഈ സമയം വെറുതെ നഷ്ടമാവില്ല. കാരണം സാമ്പത്തിക സുരക്ഷിതത്വം എല്ലാ പ്രവാസികളും, പ്രത്യേകിച്ച് പ്രവാസികളും സ്വപ്നം കാണുന്ന ഒരു വലിയ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് കഴിഞ്ഞ 10 വർഷമായി പല ആളുകളെയും നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അതൊരു പുതിയ വർഷത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒന്നായിരിക്കുമെന്ന ഉറച്ച ബോധ്യത്തിലാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ 100 പ്രവാസികളെ എടുത്താൽ, അല്ലെങ്കിൽ ഒരു 100 മലയാളികളെ നമ്മൾ എടുത്താൽ, അതിൽ ഒരാള് സാമ്പത്തികമായി വളരെ സമ്പന്നനായിരിക്കും. 100 ആളെടുത്താൽ അതിൽ ഒരാള് സാമ്പത്തികമായി നല്ല സമ്പന്നനായിരിക്കും. ഒരാളുണ്ടാവുള്ളൂ 100 ആളിൽ. അതേസമയം ഈ 4 പേര് സാമ്പത്തികമായി സുരക്ഷിതരായിരിക്കും. അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ഇൻകം അവർക്ക് വരുന്നുണ്ട്. അവർക്ക് ജോലിക്ക് പോകേണ്ടതില്ല. അവർക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കാൻ പറ്റും. അവർക്ക് ഇഷ്ടമുള്ള ജീവിതം ജീവിക്കാൻ പറ്റും. ഇപ്പം ഇവിടെ ഇരിക്കണം എന്ന് തോന്നിയാൽ ഇപ്പം അവിടെ ഇരിക്കാൻ പറ്റും. ഒരു ഓഫീസിലേക്കും പോകണ്ട, ഒരു സ്ഥലത്ത് പോയി പഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. വൈകുന്നേരം 7 മണി വരെ ഒരു ഓഫീസിൽ ചടഞ്ഞുകൂടി ഇരിക്കേണ്ടതില്ല. അവർക്ക് ഇന്ന് എന്താണോ തോന്നുന്നത്, ഇപ്പം എന്താണോ തോന്നുന്നത്, അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനുള്ള ചോയ്സ് അവർക്കുണ്ട്. അങ്ങനത്തെ 4 പേരെ നമുക്ക് 100 ആളിൽ കാണാൻ പറ്റുള്ളൂ. വേറൊരു 15% ആളുകൾ, ഈ 15% ആളുകളുടെ കയ്യിൽ ഒരു 6 മാസത്തെ ശമ്പളം സേവിങ് ഉണ്ടാവും. ചില ആളുകളുടെ കയ്യിൽ 1 വർഷത്തെ ശമ്പളം സേവിങ് ഉണ്ടാവും. അപ്പോൾ കോവിഡൊക്കെ വന്നാൽ അവർ പിടിച്ചു നിൽക്കും. എന്തെങ്കിലും ജോലി നഷ്ടപ്പെട്ടാൽ അവർ പിടിച്ചു നിൽക്കും. അഥവാ വേറെ ഒരു എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തുന്നത് വരെ, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലാണെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുന്നത് വരെ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കും. അങ്ങനെയുള്ള 15% ആളുകളാണ് 100 ആളുകൾ എടുത്തുണ്ടാവുള്ളൂ. ബാക്കി 80% ആളുകളും, അത് പ്രവാസി ആയിക്കോട്ടെ നാട്ടിലുള്ള ആളുകളായിക്കോട്ടെ, 80% ആളുകളുടെ കയ്യിലും ഒന്നും ബാക്കിയില്ല. എന്ന് മാത്രമല്ല, അതിൽ നല്ലൊരു ശതമാനം ആളുകളുടെ കയ്യിൽ മൂക്കറ്റം കടവുമുണ്ട്. ഇതാണ് നമ്മുടെ ശരാശരി മലയാളികളുടെ ഇന്നത്തെ അവസ്ഥ. അപ്പൊ 100 ആളെടുത്ത 80 ആളും ഒന്നുമില്ലാത്തവരാണ്. അതാണ് ഈ വിഷയത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഒന്നുമില്ലാത്തവരാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരാള് സമ്പന്നനായിരിക്കും, 4 ആള് സാമ്പത്തികമായി സുരക്ഷിതനാണ്. അതേപോലെ 15 ആളുടെ കയ്യിൽ കുറച്ചൊക്കെ സേവിങ് ഉണ്ട്. 80% ആളുകളും പാപ്പറാണ്, ഒന്നുമില്ല. ഇപ്പൊ ഈ 80% അവസ്ഥ എന്താണ്? അവർക്ക് ഭയങ്കര ടെൻഷനാണ്. നാളെ ജോലി പോയാൽ എന്ത് ചെയ്യും? ജോലി പോയാൽ ഒന്നും ചെയ്യാനില്ല, അവർക്ക് നാട്ടിൽ പോകേണ്ടി വരും. അവർ സ്ട്രെസ്സിലേക്ക് പോവാണ്. അവർക്ക് മാനസികമായ പ്രശ്നങ്ങൾ വരും. ആ കുടുംബത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റില്ല. അവർക്ക് അവരെ കുറിച്ച് തന്നെ ഒരു അപകർഷതാബോധം ഫീൽ ചെയ്യും. അവർക്ക് അവരോട് തന്നെ ഒരു വെറുപ്പ് തോന്നും. ഇപ്പൊ ഇത് 10ഉം 15ഉം വർഷമൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ജോലി പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണിത്. 15 വർഷം നല്ല ശമ്പളത്തിൽ ജോലി ചെയ്തിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ ഞാൻ പറയുന്നത്, നമുക്ക് ആദ്യം ഈ ഒരു 15%-ലേക്ക് കുറച്ചൊക്കെ സേവിങ്ങുള്ള ആളുകളിലേക്ക് നമുക്ക് മാറാം. അത് കഴിഞ്ഞ് ഈ 4% സാമ്പത്തിക സുരക്ഷിതരായ
ഈ 4%, അതേപോലെ 1% സമ്പന്നൻ, ഈ 5% എത്തിപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും ലക്ഷ്യം. അപ്പൊ നമ്മൾ പറയുമ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് നടക്കൂല, അതൊക്കെ അവർക്കേ നടക്കുള്ളൂ, പണക്കാരൊക്കെ നടക്കുള്ളൂ, അതൊക്കെ ചില ആളുകൾക്കേ നടക്കുള്ളൂ, എനിക്ക് ഈ കുറഞ്ഞ ശമ്പളത്തിൽ ഞാൻ എന്ത് ചെയ്യാനാ? ഇങ്ങനെയാണ് ഈ 80% ആളുകളും ചിന്തിക്കുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞാൽ, ഇത് മനസ്സിലാക്കിയാൽ, ഇതിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് അവരിലേക്ക് എത്താൻ എളുപ്പമാണ്. ഇന്ന് പഴയ പോലെയല്ല. സാമ്പത്തിക സുരക്ഷിതനാവാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസരങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ഫോക്കസ് ചെയ്താൽ മതി. ഇപ്പൊ ഒരു പ്രവാസിയുടെ അവസ്ഥ, 15 വർഷമായ ഒരു പ്രവാസിയുടെ അവസ്ഥ നമ്മളൊന്ന് എടുത്തു നോക്കുക. അയാൾ 15 വർഷമായി ഇവിടെ ജീവിക്കുന്നത് എന്തിനാ? അദ്ദേഹത്തിന്റെ കുടുംബം നാട്ടിലായിരിക്കും, അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ആളുകളൊക്കെ നാട്ടിലാണ്. അപ്പൊ അതൊക്കെ ഒഴിവാക്കി, നാട്ടിലെ എല്ലാ സൗകര്യങ്ങളും ഒഴിവാക്കി ഈ പ്രവാസ ഭൂമികയിൽ 12, 14, 15 മണിക്കൂർ ജോലി ചെയ്യുന്ന അയാള് 15 വർഷം അയാളെ ലക്ഷ്യം എന്താ? അയാൾ പ്രശ്നം എന്താണ്? അയാൾ ഇവിടെ നിൽക്കാനുള്ള കാരണം എന്താണ്? സാമ്പത്തികമാണ്. പണമില്ല എന്നുള്ള പ്രശ്നം കൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ വന്ന് ജോലി ചെയ്ത് ഈ കിട്ടുന്നത് കൊണ്ട് വീട്ടിലേക്ക് അയച്ചു കൊടുത്ത് കുടുംബത്തെ പോറ്റണം. അപ്പൊ സാമ്പത്തികമാണ് എല്ലാ പ്രവാസികളുടെയും ലക്ഷ്യം. ആ ഒരു സാമ്പത്തികം തേടിയിട്ടാണ് നമ്മളൊക്കെ സൗദിയിലും ദുബൈയിലും അതേപോലെ തന്നെ ഖത്തറിലും ഒമാനിലും ഒക്കെ ഉള്ളത്. അപ്പം നമ്മളെ ലക്ഷ്യമാണ്. പക്ഷെ നമ്മൾ ഈ സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കും എന്ന് പറഞ്ഞ മാതിരി നമ്മൾ വന്നത് ഈ ഒരു സാമ്പത്തികമായ വിഷയങ്ങൾ ശരിയാക്കിയെടുക്കാനാണ്. ഒരു പ്രവാസിയുടെ ലക്ഷ്യം എന്താണ്? സാമ്പത്തികമായി ഭദ്രത കൈവരിക്കുക, നാട്ടിൽ പോവുക, കുടുംബത്തോടൊപ്പം ജീവിക്കുക, മാതാപിതാക്കളോടൊപ്പം ജീവിക്കുക, നാട്ടിലെ കാര്യങ്ങളിൽ ഇടപെട്ട് ഒരു ലക്ഷ്യത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് എല്ലാ പ്രവാസിയുടെയും ലക്ഷ്യം. പക്ഷെ അത് മാത്രം നമ്മൾ മറക്കും. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ആക്റ്റീവായിരിക്കും. നമ്മൾ ഫുൾ ടൈം യൂട്യൂബിലാണ്, നമ്മൾ ഫുൾ ടൈം എന്റർടൈൻമെന്റിലാണ്, നമ്മൾ ജോലിയിലാണ്, ബാക്കി സമയം ഉറക്കിലാണ്. പക്ഷെ ഈ സാമ്പത്തിക വിഷയത്തിൽ നമുക്കൊരു ചിന്തയുമില്ല, നമുക്കൊരു ബോധവും നമുക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ 80% ഇങ്ങനെ സാമ്പത്തികമായി പരാധീനതയിലേക്ക് മാറുന്നത്. അപ്പൊ അതിന്റെ പരിഹാരമാണ് നമ്മൾ പറയുന്നത്. വൈകിട്ടില്ല. ഏറ്റവും നല്ല അവസരം എന്നായിരുന്നു എന്ന് ചോദിച്ചാൽ 10 വർഷം മുമ്പായിരുന്നു. പിന്നെ എന്നാണ് ഏറ്റവും നല്ല അവസരം എന്ന് ചോദിച്ചാൽ ഇന്ന് മുതലാണ്. അപ്പൊ ഇന്ന് മുതൽ പ്ലാൻ ചെയ്താൽ എല്ലാവർക്കും നേടാൻ പറ്റുന്ന ഒരു കാര്യമാണ് സാമ്പത്തിക സുരക്ഷിതത്വം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വളരണം. ഇത്തരം വിഷയങ്ങളിലൊക്കെ പഠിക്കുകയും അതിൽ ആക്ഷൻ എടുക്കുകയും ഒക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. നമ്മുടെ മലയാളികളുടെ 2 പ്രധാനപ്പെട്ട കഴിവാണ്. നമ്മൾ വളരെ ഉഷാറാണ് ആ വിഷയത്തിൽ. 2 കാര്യങ്ങളിൽ നമ്മൾ വളരെ കഴിവുള്ളവരാണ്. നമ്മൾ വളരെ സ്മാർട്ടാണ്. നമ്മളെ വെല്ലാൻ ആർക്കും സാധ്യമല്ല. അതേതായോ 2 കാര്യങ്ങൾ? ഒന്ന്, ഏൺ ചെയ്യാന്നുള്ള വിഷയത്തിൽ, സമ്പാദിക്കുക എന്നുള്ള വിഷയത്തിൽ. നല്ല ജോലി കണ്ടെത്താനും നല്ല ശമ്പളം വാങ്ങാനും അതിനുവേണ്ടി കഴിവുണ്ടാക്കാനൊക്കെ നമുക്ക് കഴിയും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ CA പഠിക്കുന്ന ആളുകളുണ്ട്. കുറെ പൈസ കൊടുത്ത് 24 മണിക്കൂറും അതിൽ ഫോക്കസ് ചെയ്ത് CA പഠിക്കുന്നു. ആ വർഷങ്ങളോളം തപസ്സിരുന്ന് പഠിച്ച് അവർ ജോലി നേടുന്നു, എന്നിട്ട് നല്ല ശമ്പളം വാങ്ങുന്നു. അതേപോലെ എല്ലാ മേഖലയിലും, സെയിൽസ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ബിസിനസ് മേഖലയിലാവട്ടെ, നമ്മൾ മലയാളികൾ വളരെ ഉഷാറാണ്. രണ്ടാമത്തെ വിഷയം എന്താ പറയുക? നമ്മൾ ഏറ്റവും ഉഷാറായി നിൽക്കുന്നത് ഈ കിട്ടിയ പൈസ ചെലവഴിക്കാൻ. അതിന് നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാൾ എക്സ്പെർട്ടാണ് ആ കിട്ടിയ പണം എങ്ങനെ ചെലവഴിക്കണമെന്ന് എന്ന വിഷയത്തിൽ. സമ്പാദിക്കുന്ന വിഷയത്തിൽ നമ്മൾ സ്മാർട്ടാണ്. അതിലേറെ ഉഷാറാണ് ആ പൈസ എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന്. സ്പെൻഡ് മാത്രമല്ല, ബാക്കി കൂടെ കടം വാങ്ങി വീണ്ടും സ്പെൻഡ് ചെയ്യും. ഇതിൽ നമ്മൾ വളരെ ഉഷാറാണ്. അതേസമയം നമ്മൾ ഏറ്റവും ഉഷാറാവേണ്ട 2 മേഖലയിൽ നമ്മൾ വളരെ പിന്നോക്കമാണ്. അതുകൊണ്ടാണ് 80% ആളുകളും ഇതേപോലെ ആയി മാറിയത്. ആ 2 വിഷയം എന്ന് പറഞ്ഞത് ഈ കിട്ടുന്ന ശമ്പളത്തിൽ അല്ലെങ്കിൽ നമുക്കുള്ള വരുമാനത്തിൽ നിന്ന് സേവ് ചെയ്യുക, എന്നിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യുക. ഈ 2 വിഷയത്തിൽ നമ്മൾ വളരെ മോശമാണ്. സമ്പാദിക്കാൻ ഉഷാറാണ്, സേവ് ചെയ്യാൻ നമ്മൾ ഉഷാറല്ല, ചെലവഴിക്കാൻ നമ്മൾ ഉഷാറാണ്, ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉഷാറല്ല. അപ്പൊ ഇന്നത്തെ കാര്യം അടിച്ചു പൊളിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ അടിച്ചു പൊളിച്ച് തീർക്കുക എന്നുള്ളൊരു മനോഭാവത്തിലാണ് നമ്മളുള്ളത്. അതിനായിട്ട് നമുക്ക് ഒരുപാട് വഴികളുണ്ട്. അപ്പം ഈ 2 വിഷയത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഏൺ ചെയ്യാൻ നമുക്ക് എന്തായാലും കഴിവുണ്ട്, സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കഴിവുണ്ട്. അതേസമയം അത് സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറണം. അതിനാണ് നമ്മൾ മാറേണ്ടത്. അപ്പൊ സാമ്പത്തികമായി സുരക്ഷിതനാവാൻ 5 പ്രധാന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 5 പ്രധാനമായ കാര്യങ്ങൾ. ഈ 5ഉം വർക്ക് ചെയ്താലേ നമുക്ക് സാമ്പത്തിക സുരക്ഷിതനാകാൻ പറ്റുള്ളൂ. ഈ സാമ്പത്തിക സുരക്ഷിതനാവാന്ന് ഞാൻ കുറെ ആയി പറയുന്നത്. എന്താണ് ഈ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞത്? അഥവാ നമ്മൾ ഒരു 5 മുതൽ 10 വർഷം വരെ നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ
നമുക്ക് നേടാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ സാമ്പത്തിക സുരക്ഷിതത്വം എന്ന് പറയുന്നത്. അഥവാ നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളതിനേക്കാൾ വരുമാനം നമുക്ക് വരുമാനമായിട്ട് വരണം. നമ്മൾ ജോലിക്ക് പോകണമെന്നില്ല. ജോലിക്ക് പോകണമെന്നുള്ളത് നമുക്കൊരു ചോയ്സ് മാത്രമാണ്. നിങ്ങളത് ആലോചിച്ചു, നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു 5 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ പണം വരുമാനമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, വരുമാനം വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് വരുമാനം വരുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ഒരു റെന്റ് കിട്ടുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ആ ഫണ്ടിൽ കുറച്ച് പൈസയുണ്ട്. അവിടെ ആ ഒരു ബിസിനസ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ മാസം മാസം ചെറിയ ചെറിയ വരുമാനങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഈ വരുമാനങ്ങളൊക്കെ കൂടിയാൽ പിന്നെ നിങ്ങൾക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം, ഇഷ്ടപ്പെട്ട ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോ പ്രവാസ ലോകത്ത് ഒരാളെ പരിചയപ്പെട്ടു. 15 വർഷമായി പ്രവാസ ലോകത്താണ്. അപ്പൊ അദ്ദേഹം പ്രവാസ ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് വളരെ സ്മാർട്ടായ ഒരാളാണ്. വളരെ സ്മാർട്ടാണ്. നാട്ടിലുള്ള ആളുകളെ സഹായിക്കുക, പരമാവധി ആളുകളെ സഹായിക്കുക, നല്ല ഇത്തരം ജീവകാരുണ്യ മേഖലയിൽ വളരെ സജീവമായി അത് പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന, ആളുകളെ സഹായിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന, അതിൽ ഒരു ആത്മനിർവൃതിയുള്ള ഒരു വ്യക്തി. അപ്പൊ അദ്ദേഹത്തെ കാണുന്നത് എങ്ങനെയാണ്? ഞാനിങ്ങനെ ആളുകളെയൊക്കെ സഹായിച്ച് വളരെ ആത്മാർത്ഥമായ ആളുകളിലേക്ക് സഹായം എത്തിച്ചുകൊണ്ട് എന്റെ മരണം വരെ ജീവിക്കുക, അതെന്റെ ഒരു സ്വപ്നമാണ്. പക്ഷെ അങ്ങനെ ഒരു സ്വപ്നമുള്ള ജീവിതമാണ് അയാൾക്ക് വേണ്ടത്. പക്ഷേ ഇദ്ദേഹം സാമ്പത്തികമായ പ്രയാസത്തിലേക്ക് പോയി. ഇദ്ദേഹത്തിന് ജീവിക്കണം, ഫാമിലിയായി, മക്കളായി, ഇവരെയൊന്നും മാനേജ് ചെയ്തുകൊണ്ട് പോവാൻ കഴിയുന്നില്ല. ചെറിയ ശമ്പളത്തിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അദ്ദേഹത്തിന് അനിവാര്യമായി പ്രവാസ ലോകത്തേക്ക് വരേണ്ടി വന്നു. ഇന്ന് 15 വർഷമായി 12, 13, 14 മണിക്കൂറൊക്കെ ജോലി ചെയ്യാണ്. പക്ഷെ ഇപ്പോഴും അയാളുടെ മനസ്സിലുള്ള സ്വപ്നം എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സുരക്ഷിതനായി തിരിച്ചു പോകണം. എന്നിട്ട് എനിക്ക് ജീവിക്കാൻ ആവശ്യമുള്ള വരുമാനം വരണം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവകാരുണ്യ മേഖലയിൽ സജീവമാകണം. ആത്മാർത്ഥമായിട്ട് ആളുകളുടെ പ്രശ്നം പരിഹരിക്കണം. അപ്പൊ ഇതിനു വേണ്ടിയാണ് അദ്ദേഹം ഇപ്പൊ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോ പല ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നു, പല വിഷയങ്ങളിൽ ഉഷാറാണ്, അദ്ദേഹത്തിന്റെ പാഷനിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇനി ഏതാനും വർഷങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് നിർത്തി അദ്ദേഹം നാട്ടിൽ പോയി അദ്ദേഹം ഉദ്ദേശിച്ച ആ സ്വപ്ന ജീവിതം ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിയും. നമുക്കൊക്കെ കുറെ സ്വപ്നങ്ങളില്ലേ? പല ആളുകളും നമ്മുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യണമെന്ന് ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളുണ്ട്. പക്ഷെ വർഷത്തിൽ 30 ദിവസം ലീവിന് വേണ്ടി മാത്രം പോകുന്ന നമ്മൾ എങ്ങനെയാണ് ഈ ലോകം മുഴുവൻ കാണുക? നമുക്ക് ഫാമിലിക്ക് സമയം കൊടുക്കണ്ടേ? അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട ജീവിതം കോംപ്രമൈസ് ചെയ്ത് സാമ്പത്തിക പ്രയാസം അനുഭവിച്ച് കടമായി, സ്ട്രെസ്സായി, ഡിപ്രഷനായി നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ്? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം ജീവിച്ചുകൂടെ? അപ്പൊ സാമ്പത്തിക സുരക്ഷിതനാവുക എന്ന് പറഞ്ഞത് നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള വരുമാനം വരണം. അപ്പൊ നമുക്ക് ഒരു രൂപ കിട്ടണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും 10 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. 1 രൂപ കിട്ടണമെങ്കിൽ 10 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മുടെ 10% റിട്ടേൺ ഒരു വർഷം നമുക്ക് കിട്ടുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് 1 രൂപ ഭാവിയിൽ നമ്മൾ ജോലിക്ക് പോവാതെ ആദായമായി കിട്ടണമെങ്കിൽ നമ്മൾ ഇന്ന് 10 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മളൊരു 100 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ, 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ, 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ, 1 കോടി ഇൻവെസ്റ്റ് ചെയ്താൽ, 10 കോടി ഇൻവെസ്റ്റ് ചെയ്താൽ, ഇന്ന് തന്നെ അതൊക്കെ വേണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരു 5 വർഷം നമ്മൾ ഈ ഫോക്കസിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏതൊരാൾക്കും, പ്രത്യേകിച്ച് പ്രവാസികൾക്ക്, ഏറ്റവും എളുപ്പത്തിൽ നേടാൻ കഴിയുന്നതാണ് സാമ്പത്തിക സുരക്ഷിതത എന്ന് പറഞ്ഞത്. അപ്പൊ 5 പോയിന്റ് ആണുള്ളത്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു കാര്യം പറയാം. നമ്മൾ ഈ വർഷം നമ്മുടെ സ്മാർട്ട് മണി എന്നുള്ള പ്രോഗ്രാം നമ്മൾ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും നമ്മൾ ചെയ്തു. ഒരുപാട് സ്ഥലത്ത് ഞാൻ പോയി പ്രസംഗിച്ചു. അപ്പോ ഞാൻ എന്റെ ഒരു സ്വപ്നമായിരുന്നു ഈ പ്രോഗ്രാം ഒന്നും കൂടെ പ്രാക്ടിക്കൽ ആക്കിയിട്ട് ഇത് എങ്ങനെയാണ് ഇൻകം ഉണ്ടാക്കുക, പാസീവ് ഇൻകം എങ്ങനെ ഉണ്ടാക്കും, പണം എങ്ങനെ മാനേജ് ചെയ്യണം, കടം എങ്ങനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെ ഒരു നല്ല ഫൈനാൻഷ്യൽ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കണം, ഒരു 5 to 10 വർഷത്തേക്ക് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യണം, ഇതൊക്കെ പ്രവാസികളെ പഠിപ്പിക്കണമെന്ന് എന്റെ ഒരു ദീർഘകാലത്തെ ആഗ്രഹമായിരുന്നു. അപ്പൊ നമ്മളിപ്പം അത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സ്മാർട്ട് മണിയുടെ ഓഫ്ലൈൻ പ്രോഗ്രാം രാവിലെ 9 മണി മുതൽ 7 മണി വരെ നമ്മൾ ഈ ജനുവരി 4 റിയാദിൽ അത് തുടക്കം കുറിക്കുകയാണ്. അപ്പം അടുത്ത മാസം തന്നെ ദുബൈയിലും ബഹ്റൈനിലും ഒക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഇതാണ്: എങ്ങനെ പാസീവ് ഇൻകം ബിൽഡ് ചെയ്യാം, നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ മേഖലകൾ ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ആ വിഷയം ഇത് പ്രാക്ടിക്കലി പഠിപ്പിക്കാം. അപ്പൊ ഈ ട്രെയിനിങ്ങിന് വരുന്ന ആളുകൾക്ക് നമ്മൾ സാമ്പത്തികമായിട്ടൊരു ബ്ലൂ പ്രിന്റ് അവരെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ച്
പ്ലാൻ ചെയ്ത് ചർച്ച ചെയ്ത് നല്ല ഒരു ഫൈനാൻഷ്യൽ ബ്ലൂ പ്രിന്റ് കൊടുത്ത് നല്ല ആക്റ്റീവായി ആക്ഷൻ എടുക്കാൻ പറ്റിയ രൂപത്തിലായിരിക്കും നമ്മൾ അവരെ വിടുക. എന്നിട്ട് 90 ദിവസം നമ്മൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കും. കാരണം അവർ ആക്ഷൻ എടുക്കണം. 90 ദിവസം കൊണ്ട് അവർക്കൊരു സാമ്പത്തിക മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കും. അപ്പം അത് ജനുവരി 4 റിയാദിൽ വെച്ച് നമ്മൾ നടത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ വിഷയത്തിലേക്ക് വരാം. അപ്പൊ 5 പ്രധാനമായ കാര്യങ്ങളാണ് സാമ്പത്തിക സുരക്ഷിതത്വത്തിന് വേണ്ടത്. 1, വർക്കിംഗ് ഇൻകം. ജോലി ചെയ്തേ പറ്റും. ഇപ്പൊ ജോലി ചെയ്തേ പറ്റും. കാരണം നമുക്ക് വരുമാനം വരണ്ടേ. അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള വരുമാനം എന്ന് പറയുന്നത് ശമ്പളമാണ്. അത് വേണം. സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാം. പ്രൊമോഷൻ കിട്ടണം. നല്ല ശമ്പളം കിട്ടണം. അപ്പോ ഈ ശമ്പളം കിട്ടുന്ന ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ പല ആളുകളും ഇപ്പൊ ചെയ്യുന്ന ജോലി നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി അല്ല. യഥാർത്ഥത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി അല്ല നമ്മൾ ചെയ്യുന്നത് പല ആളുകളും. ഇപ്പൊ ഞാൻ ഏകദേശം ഒരു 4, 6, 8 വർഷം ഞാൻ ചെയ്ത ജോലി എനിക്ക് ഇഷ്ടമുള്ള ജോലിയല്ല. എനിക്ക് എന്റെ കുടുംബം പുലർത്താൻ വേണ്ടി ഞാൻ അപ്പൊ കണ്ടെത്തിയ ഒരു ജോലി. ആ ജോലിയിൽ 8 വർഷം പൂർത്തിയായി. പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ട് സംതൃപ്തനായിരുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ നോക്കി എന്റെ ശമ്പളം എത്രയാണ് മാസം. ഇപ്പൊ ഒരു 1500 ദിർഹമാണ് നമ്മുടെ ശമ്പളമെങ്കിൽ നമ്മുടെ ഒരു വർഷത്തെ വരുമാനം എത്രയാണ്? 15,000 റിയാലാണ് ഒരു വർഷം. നമുക്ക് 18,000 റിയാലാണ്, 18,000 ദിർഹം. അപ്പൊ നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് 18,000 ദിർഹത്തിൽ ഒതുങ്ങി നിൽക്കുന്നു ഒരു വർഷം. നമുക്ക് എത്ര സ്മാർട്ടായാലും അതിലപ്പുറം കിട്ടൂല. അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത്, സെയിൽസിൻ എന്ന ജോലി. അപ്പൊ നമ്മൾ ക്ലാസ് എല്ലാം തുടങ്ങി, ട്രെയിനിങ് എല്ലാം തുടങ്ങി, ക്ലാസ് എടുക്കാനൊക്കെ പോകാൻ തുടങ്ങി. അപ്പൊ എനിക്ക് തോന്നി ഞാൻ അക്കൗണ്ടന്റ് ആയിരുന്നു. ഈ അക്കൗണ്ടന്റ് ജോലി എനിക്ക് ഇഷ്ടമല്ല. ഇതെനിക്ക് പറ്റിയ പണിയല്ല. സെയിൽസാണ് നല്ലത്. എന്നും പുതിയ ആളുകളായിട്ട് സംസാരിക്കുക. ചാലഞ്ചിങ് ജോബാണ്. അപ്പൊ സെയിൽസിന്റെ പ്രത്യേകത, നമ്മൾ ബിസിനസ് കൊണ്ടുവന്നാൽ സെയിൽസ് ക്ലോസ് ചെയ്താൽ നമുക്ക് കമ്മീഷൻ കിട്ടും. അപ്പൊ നമ്മുടെ സ്വപ്നം ആ ഒരു 18,000 ദിർഹത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. നമ്മൾ എത്ര സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നോ കൂടുതൽ സമ്പാദിക്കാം. അപ്പൊ ഒന്ന് വർക്കിംഗ് ഇൻകമാണ്. ജോലി ചെയ്ത് ആക്റ്റീവ് ഇൻകം വേണം. അപ്പൊ നമുക്ക് ഇൻകം വേണം. ജോലിയുള്ള ശമ്പളം ഉള്ള ഒരാൾക്കല്ലേ എന്തെങ്കിലും സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് മാറാൻ പറ്റുള്ളൂ. അപ്പൊ ജോലി വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യണം. അതിലെങ്ങനെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യണം, അതിൽ നമ്മൾ എങ്ങനെ ഒന്ന് അപ്ഡേറ്റ് ആവണം. അപ്പൊ നമുക്ക് കൂടുതൽ സാലറി കിട്ടും. ചിലപ്പോൾ കമ്പനി മാറേണ്ടി വരാം. അപ്പൊ ഏറ്റവും കൂടുതൽ ജോലി ചെയ്ത് ഇപ്പൊ സമ്പാദിക്കണം. അതിന് വേണ്ട വഴി എന്താണ്? ഈ 2025 ഞാൻ നിൽക്കുന്നത് കറക്റ്റ് ജോലിയിലാണോ? എന്റെ ജോലിയിൽ പെർഫോം ചെയ്യാൻ ആവശ്യമായ സ്കില്ല് എനിക്കുണ്ടോ? എനിക്ക് എന്റെ വരുമാനം കൂട്ടാൻ ഇപ്പൊ എന്താണ് ഒരു വഴി? അതാണ് ഈ 2025 നമ്മൾ ആഘോഷിക്കേണ്ടത്. നമ്മളെന്താ അറിയോ, ന്യൂ ഇയർ ആകുമ്പോൾ ആഘോഷിക്കാൻ വേണ്ടി ഇങ്ങനെ വെമ്പൽ കൊണ്ട് നടക്കുക. ന്യൂ ഇയർ നിങ്ങളുടെ ആയി കിട്ടിയാൽ മതിയായിരുന്നു. 1 ദിവസം 2 ദിവസം 3 ദിവസം കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കേണ്ടത് ഇങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരുത്താൻ പറ്റുക? അടുത്ത വർഷം എനിക്ക് ഏറ്റവും ഉഷാറായിട്ട് എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും? അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ വർക്കിംഗ് ഇൻകം ആണ് 1. അപ്പൊ നമ്മൾ ഈ ഫോക്കസ് ചെയ്യേണ്ട 1ാമത്തെ കാര്യം വർക്കിംഗ് ഇൻകം. നല്ല ജോലി ചെയ്ത് ശമ്പളം ഉണ്ടാക്കുക. 2ാമത്തെ കാര്യം, ഈ കിട്ടുന്ന മുഴുവൻ സേവ് ചെയ്ത് കടം വാങ്ങി കടം വീട്ടി ജീവിക്കാനുള്ള നല്ല ജീവിതം സേവ് ചെയ്യണം. ഏറ്റവും ആദ്യം സേവ് ചെയ്യണം. അതിലപ്പുറേ ജീവിതമുള്ളൂ. അതിലെത്ര സേവ് ചെയ്യണം? അപ്പൊ നമുക്കൊരു 30% നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. തുടക്കത്തിലൊരു 30%. ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ 30% നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് നേരെ എടുത്ത് സേവ് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല. ഈ ലോകം ഒളിഞ്ഞു വീഴൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റാ. നിങ്ങളുടെ ജോലി അങ്ങ് നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് 100% ഇൻകല്ല, 30% മാറ്റി വെക്കാൻ പറ്റുമ്പോഴല്ലേ ഇപ്പം മാറ്റി വെക്കാൻ പറ്റുമോ എന്നുള്ള സംശയം നമുക്ക് വരുന്നത്. നിങ്ങളുടെ ജോലി അങ്ങോട്ട് പോയി, 100% വരുമാനം പോയി. എന്ത് ചെയ്യും? നിങ്ങൾ പിടിച്ചു നിൽക്കൂലേ? എന്തെങ്കിലും ഒരു വഴി കാണൂലേ? അപ്പൊ 30% ഈ വരുന്ന മാസം മുതൽ എനിക്ക് സേവ് ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചാൽ നടക്കും. നമ്മൾ വിചാരിച്ചാൽ മതി. അതൊന്നും പറ്റൂല സാറേ, അതൊന്നും നടക്കില്ല, അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പം ഞാൻ ചോദിക്കട്ടെ ഒരു ചോദ്യം. ഇപ്പൊ ദുബൈയിൽ വർക്ക് ചെയ്യുന്ന, UAE വർക്ക് ചെയ്യുന്ന ആളുകളോടൊരു ചോദ്യം ചോദിക്കട്ടെ. അടുത്ത മാസം മുതൽ നിങ്ങളുടെ ശമ്പളത്തിന്റെ 10% നിങ്ങൾ ഗവൺമെന്റിലേക്ക്, UAE ഗവൺമെന്റിലേക്ക് എല്ലാ മാസവും അടക്കണമെന്ന ഒരു നിയമം വന്നു എന്ന് വിചാരിക്കാം. ആ നിയമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിങ്ങളിൽ എത്ര പേര് ജോലി രാജിവെച്ച് നാട്ടിൽ പോകും? ആരും പോവില്ല. അപ്പൊ അടുത്ത മാസം ഒരു 10% പോലെ 15% നിങ്ങൾ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം ഓരോ മാസവും. നമ്മൾ എത്ര പേര് പോകും? നമ്മൾ ആരും പോകില്ല. നമ്മൾ ഗവൺമെന്റിന് 4 ചീത്തയും പറയും. നമ്മൾ ആ ജോലിയിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കും. അപ്പൊ ഗവൺമെന്റ് അങ്ങനെ ഒരു റൂള് കൊണ്ടുവന്നാൽ 15% അടുത്ത മാസം മുതൽ നിങ്ങളെ ശമ്പളത്തിൽ നിന്ന് അടക്കണം എന്നുള്ള റൂള് കൊണ്ടുവന്നാൽ കൊടുക്കാൻ നമുക്ക് കഴിയും. അപ്പൊ നമുക്ക് നമ്മോടൊരു ആത്മാർത്ഥതല്ലേ? നമ്മൾ നമ്മോടല്ലേ ആത്മാർത്ഥത കാണിക്കേണ്ടത്? 30% സേവ് ചെയ്യാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കും. നമ്മൾ വിചാരിക്കണം, ഇന്നത്തെ ഈ ഒരു ജീവിതമല്ല,
നമുക്ക് വരുമാനമൊക്കെ ഉള്ള നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം, നാം സ്വപ്നം കാണുന്ന ഒരു ജീവിതം, നമ്മുടെ ലെഗസി അടയാളപ്പെടുത്തുന്ന ഒരു ജീവിതം നമുക്ക് വേണം. നമ്മൾ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ സഞ്ചരിച്ചെത്താൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഇഷ്ടപ്പെട്ടവരോട് കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഇപ്പം ഈ റിസ്ക് എടുക്കേണ്ടത്. അപ്പൊ 30% സേവ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ 30% എന്ന് ഒരു ഉദാഹരണം പറഞ്ഞാൽ മിനിമം 30 തുടങ്ങിക്കോളും. മൂന്നാമത്തെ കാര്യം, ഈ സേവ് ചെയ്ത പൈസ പണ്ടൊരാളോട് സേവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ 4-5 മാസം ഇയാൾ പറഞ്ഞ പോലെ സേവ് ചെയ്ത് 6ാമത്തെ മാസം ഇയാൾ വെക്കേഷൻ പോയി ഈ പൈസ മുഴുവൻ അടിച്ചു പൊളിച്ച് എന്നിട്ട് വീണ്ടും കടം വാങ്ങി തിരിച്ചു വന്നിരിക്കുന്നു. അല്ല, ഈ സേവ് ചെയ്യുന്ന പണം ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യണം. അത് എവിടെയായാലും, ഏതെങ്കിലും ഫണ്ടിലായാലോ സ്റ്റോക്കിലായാലോ ബിസിനസ്സിലായാലോ എവിടെ ആയാലും ഇത് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകണം. നമ്മളിതിങ്ങനെ എടുത്തു വെച്ചാൽ നമ്മളാണ് ആൾക്കാർ, നമ്മളിത് ചെലവഴിക്കും. ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. എന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഈ വരുന്ന മാസം സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ആലോചിച്ച് നിൽക്കരുത്. അപ്പൊ അത് എവിടെ ചെയ്യണം? അത് നിങ്ങൾ പഠിക്കണം. നമ്മൾ ഈ യൂട്യൂബിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിൽ കുറച്ച് സമയം നമ്മുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് വേണ്ടി ചെലവഴിക്ക്. ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. നിങ്ങൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞത്, 1 വർക്ക് ചെയ്യുക, വർക്കിംഗ് ഇൻകം വേണം. 2 30% നമ്മൾ സേവ് ചെയ്യണം. 3 നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ സംഭവിക്കുമ്പോൾ 4ാമത് നമുക്ക് പാസീവ് ഇൻകം വരും. 1 രൂപ വന്നോട്ടെ, 2 രൂപ വന്നോട്ടെ, നമ്മൾ ജോലിക്ക് പോകാതെ 1 രൂപ നമുക്ക് കിട്ടുന്നെങ്കിൽ നിങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് 3000 ശമ്പളം, 3000 ദിർഹമാണ് നിങ്ങളുടെ ശമ്പളം എന്ന് വിചാരിക്കാം. നിങ്ങൾ ഒരു ദിവസം ലീവ് എടുത്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? ഈ 2900 കിട്ടുക. നിങ്ങൾ 2 ദിവസം ലീവ് എടുത്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 2800 കിട്ടുള്ളൂ, അല്ലേ? അപ്പൊ നമ്മൾ പോയാൽ മാത്രമേ ശമ്പളം ഉള്ളൂ, പോയില്ലേ ശമ്പളമല്ല. ഇതിനാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. അതേസമയം പാസീവ് ഇൻകം, നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു, നമ്മളിവിടെ ജോലിക്ക് പോകുന്നു, പക്ഷെ അവിടെ നമ്മുടെ പണം വർക്ക് ചെയ്ത്, നമ്മളിട്ട പൈസ വർക്ക് ചെയ്ത് എന്ത് സംഭവിക്കുന്നു? നമുക്ക് വരുമാനം കിട്ടുന്നു. പാസീവ് ഇൻകം കിട്ടുന്നു. അപ്പൊ ഈ പാസീവ് ഇൻകം 1 രൂപ ആയിരിക്കും. കാരണം നമ്മൾ 1 മാസത്തെ പൈസ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. 2 മാസം ആകുമ്പോൾ ആ 1 രൂപക്ക് പകരം 2-3 രൂപ കിട്ടും. അങ്ങനെ 5 വർഷം നമ്മൾ ചെയ്യുമ്പം അന്നത്തെ ഇൻഫ്ലേഷൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാന്യമായി ജീവിക്കാനുള്ള ഒരു പാസീവ് ഇൻകം അന്ന് വരും. അപ്പൊ ഇപ്പോഴേ തുടങ്ങണം. അത് ഒരു 5 വർഷം കഴിയുമ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണോ? ഇപ്പൊ 15 വർഷമായി നല്ല ശമ്പളമുള്ള ആളിപ്പോ ഒന്നും ബാക്കിയില്ല. ഇപ്പോഴും സങ്കടത്തിലാണ്, ടെൻഷനിലാണ്, ഡിപ്രഷനിലാണ്, എപ്പോഴും മാനസികമായ പ്രയാസത്തിലാണ്. എന്താ ഞാനിങ്ങനെ, എന്താ എനിക്കൊന്നും ബാക്കിയില്ലാത്തത്, ഇതിങ്ങനെ ചിന്തിച്ച് ജീവിക്കുകയാണ്. അതേസമയം നമ്മളിപ്പോ ആളുകളോട് പറയും, നിങ്ങൾ 5 വർഷം ഇങ്ങനെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കൂ, നിങ്ങൾ 5 വർഷം നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് വേണ്ടി വർക്ക് ചെയ്യൂ, അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും. അപ്പൊ അവർ പറയും 5 വർഷം കൊണ്ടൊക്കെ ഇപ്പൊ നടക്കുള്ളൂ, അത് ശരിയാവില്ല, ഇപ്പൊ വേണമെന്നുള്ള പല ആളുകളുടെയും. പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ഇതുവരെ ജോലി ചെയ്തു, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് മാത്രമല്ല, നമ്മുടെ കയ്യിൽ കടുവാണ്. നമ്മുടെ ജീവിതം വളരെ ദുഃഖമാണ്, എപ്പോഴും ടെൻഷനാണ്. അതിന് നാട്ടിൽ പോയില്ലെങ്കിൽ നാട്ടിൽ പോകണമല്ലോ, കുടുംബത്തെ കാണണമെന്നോ ടെൻഷൻ. നാട്ടിൽ പോയാൽ 30 ദിവസത്തെ ലീവിന് പോയാൽ, 30 ദിവസത്തെ ലീവിന് പോയാൽ ആ 30 ദിവസം പോലും തികച്ചു നിൽക്കാൻ കഴിയാത്ത കുറെ പ്രവാസികളുണ്ട്. കാരണം കയ്യിൽ പണമല്ല. അപ്പൊ എങ്ങനെയെങ്കിലും തിരിച്ചു വന്ന് ജോലി കയറിയിട്ട് വേണം കുടുംബത്തെ നോക്കാൻ. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് പല ആളുകളും. അതേസമയം നമ്മളിപ്പോ ഞാൻ പറഞ്ഞ മാതിരി സേവ് ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് 1 രൂപ വന്നോട്ടെ, 2 രൂപ വന്നോട്ടെ, 3 രൂപ വന്നോട്ടെ, ചെറിയ വരുമാനമുള്ളൂ വന്നോട്ടെ, പക്ഷേ അത് നമുക്കുണ്ടാക്കുന്ന ഒരു മാനസിക ആനന്ദം, അതൊരു വലിയ സന്തോഷമായിരിക്കും. നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കും. നമുക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട് തുടങ്ങും. നമുക്ക് നമ്മുടെ നാളെയിൽ ഒരു പ്രതീക്ഷ ഉണ്ടാവും. നമ്മളിങ്ങനെ നമ്മുടെ ഈ പാസീവ് ഇൻകം നമ്മൾ എടുത്തു നോക്കുമ്പം ഞാനിട്ട പൈസ, ഞാനിട്ട ഇൻവെസ്റ്റ്മെന്റ് വളരുന്നുണ്ട് എന്നറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം എത്രയാണ്. അപ്പൊ 5 വർഷം നമ്മളിത് ചെയ്യുമ്പം ഈ 5 വർഷവും നമ്മൾ സന്തോഷത്തിലാണ്, പ്രതീക്ഷയിലാണ്, സമാധാനത്തിലാണ്, നമുക്ക് ആനന്ദമുണ്ട്, നമുക്ക് നമ്മളെ കുറിച്ച് ഇഷ്ടമുണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങും. ഇത് ചെയ്യാത്തോടെ നമുക്കിത് അറിയില്ല. അപ്പൊ ഈ ഒരു 5 വർഷത്തെ യാത്ര എന്ന് പറയും, ഞാൻ ഈ 5 വർഷം എന്ന് പറയുന്നത് ഒരു മിനിമം ടൈമാണ്.
ചില ആളുകൾ വളരെ സ്മാർട്ടായിരിക്കും, അവർക്ക് 1 വർഷം കൊണ്ട് തീർക്കാൻ പറ്റും. ചില ആളുകൾക്ക് 2 വർഷം കൊണ്ട് ഇതിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് മണിയുടെ പ്രോഗ്രാമിന് നേരത്തെ അറ്റൻഡ് ചെയ്തിരുന്ന ഒരാൾ, അദ്ദേഹം അന്ന് എന്നെ കാണാൻ വരുമ്പോൾ അദ്ദേഹത്തിന് 32 ലക്ഷം രൂപ കടമുണ്ട്. 32 ലക്ഷം രൂപ കടമുണ്ട്. ഇന്നിപ്പോൾ ഏകദേശം ഒരു 3.5-4 വർഷമായി ഉണ്ടാവും. ഇന്ന് അദ്ദേഹത്തിന്റെ നെറ്റ് വർത്ത് 4.5 കോടിയാണ്. അപ്പൊ നമ്മുടെ ട്രെയിനിങ് നമ്മൾ പാർഷ്യൽ ഇൻകം വേണം, കടം വീട്ടേണ്ടത് എങ്ങനെയാണ്, നിങ്ങൾ പ്ലാൻ ചെയ്യണം, അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം, ഇങ്ങനെയാണ് സേവ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇന്ന മേഖലകളെ കുറിച്ച് പഠിക്കണം, ഇന്ന പ്ലാനുകൾ കൊണ്ടുവരണം. ഇന്ന് അദ്ദേഹത്തിന് 4.5 കോടി നെറ്റ് വർത്ത് ഉണ്ട്. 4.5 കോടി നമ്മുടെ പാർട്ടിസിപ്പന്റിന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ പയ്യെ തിന്നാ പനയും തിന്നാന്ന് പറഞ്ഞ മാതിരി നമ്മൾ ഇപ്പഴേ ആരംഭിക്കണം. ഈ 2025 അതിന് വേണം. ഇനി ഞാൻ 5ാമത്തെ പോയിന്റ് കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ നമുക്ക് അതെടുക്കാം. പിന്നെ അതേപോലെ നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ ഒരു 2 മണിക്കൂർ സെഷൻ റൂമിൽ ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ പ്രാക്ടിക്കലായി ഒന്നുകൂടെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന്. അപ്പൊ നമ്മുടെ വാട്സപ്പിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ കമന്റിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അതിന്റെ അപ്ഡേറ്റുകൾ കിട്ടും. അപ്പൊ നമ്മൾ 2 മണിക്കൂർ നമുക്കിതൊന്ന് പ്ലാൻ ചെയ്യുന്ന 2025 എങ്ങനെ പ്രാക്ടിക്കലി പ്ലാൻ ചെയ്യാമെന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് താല്പര്യമുള്ള സൗജന്യമാണ്, ഫ്രീ ആണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ അതിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ അവസാനത്തെ പോയിന്റ്, നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മളെ ചെലവുകളൊക്കെ ഒന്ന് ചുരുക്കണം, ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പൊ അതിനർത്ഥം നാളെ മുതൽ നിങ്ങൾ പട്ടിണിയും പരിഭവമായി ജീവിക്കണം എന്നല്ല, ദരിദ്രരായി ജീവിക്കണം എന്നല്ല. നിങ്ങൾ ഭക്ഷണം ഇങ്ങനെ വളരെ കുറച്ച് കഴിച്ച് ഡ്രസ്സുകളൊക്കെ മാറാതെ അങ്ങോട്ട് പോവാതെ ഇങ്ങോട്ട് പോവാതെ വീട്ടിൽ തന്നെ ഇരുന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാതെ ഒരു എന്റർടൈൻമെന്റും ഇല്ലാതെ ജീവിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ചെലവുകളിൽ അനാവശ്യമായ കുറേ ചെലവുകളുണ്ട്, വളരെ അനാവശ്യമായ ചെലവുകൾ. ആ ചെലവുകളിലൊക്കെ ഒരു കൺട്രോൾ വരണം. ഇത് വരും എപ്പെന്നറിയോ? നമ്മൾ സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ അതിൽ നിന്ന് 1 രൂപ 2 രൂപ 10 രൂപയൊക്കെ വരുമാനം വരുന്നു എന്ന് കണ്ടാൽ നമ്മൾ നന്നാവും. കാരണം ഇത് ചെയ്തു നോക്കിയിട്ടില്ല, ചെയ്തു നോക്കാത്തതുകൊണ്ട് നമുക്ക് വിശ്വാസമില്ല. നമുക്ക് അറിയാത്തൊരു കാര്യത്തെ കുറിച്ച് നമുക്ക് വിശ്വാസമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് സിംപ്ലിഫൈ ചെയ്യണം. നമ്മുടെ ലൈഫ് നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നമ്മുടെ വെക്കേഷനുകൾ, നമ്മുടെ പ്രോഗ്രാമുകൾ, നമ്മുടെ എൻഗേജ്മെന്റുകൾ ഇതെല്ലാം ചുരുക്കി കൊണ്ടുവരണം. ആവശ്യത്തിന് വേണം, കാര്യങ്ങൾ നടക്കണം. നിങ്ങളിങ്ങനെ എന്താ പറയാ, നല്ല കഷ്ടപ്പെട്ട് ജീവിക്കണം എന്നല്ല പറഞ്ഞത്. ഒരു മാന്യമായ ജീവിതം, സന്തോഷത്തിൽ ജീവിക്കാനുള്ളൊരു ജീവിതം, അത് നമുക്ക് കഴിയും. അനാവശ്യമായ ചെലവുകളൊക്കെ കുറച്ച് ആ ചെലവിന്റെ പൈസയും കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നു, നമ്മൾ അടിച്ചുപൊളി ഇപ്പോഴും തുടരുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് വരാൻ പറ്റില്ല. ഈ 2 ഭാഗവും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഈ സാമ്പത്തിക സുരക്ഷിതത്തിലേക്കുള്ള യാത്ര നമുക്ക് ഏറ്റവും എളുപ്പമാക്കാൻ പറ്റും. അപ്പൊ നാട്ടിൽ പോകുമ്പം പർച്ചേസ് ചെയ്യുമ്പം ഇവിടെ പോയിട്ട് നമുക്കൊരു മൊബൈലുള്ളപ്പോൾ 2ാമതൊരു മൊബൈൽ വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം അതിന്റെ ഒരു അപ്ഡേറ്റഡ് മോഡൽ വരുമ്പം അത് വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമുക്കുള്ള വീട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉള്ള വീട് ഇപ്പൊ എടുത്ത് കുടുങ്ങി നിൽക്കുകയാണ് പല ആളുകളും. അപ്പൊ അതെങ്ങനെ മിനിമൈസ് ചെയ്യാൻ പറ്റും? ഇങ്ങനെ സാമ്പത്തികമായി നല്ല ഒരു മാറ്റം നമ്മൾ വരുത്തണം. ഇതൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു പ്രവാസിയുടെ അനുഭവം പറയാം. അദ്ദേഹം കടം വാങ്ങിയ ഒരാളാണ്. അപ്പൊ ഈ കടം വാങ്ങിയിട്ട് ഇയാൾ കൊടുക്കുന്നില്ല, ഇങ്ങനെ ഡേറ്റ് മാറ്റി കൊണ്ടുപോവാണ്. അപ്പൊ എന്തിനാ കടം വാങ്ങിയെന്നറിയോ? ഇദ്ദേഹത്തിന് ഒരു വലിയ വീട്, ഒരു കൊട്ടാരം പോലത്തെ വീട് ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് 4 വർഷം മുമ്പ്, 4-5 വർഷം മുമ്പ്. അപ്പൊ അന്ന് ഇയാൾ വീടെടുക്കുന്ന സമയത്ത് ഇയാളെ വീടിന്റെ മുമ്പിൽ ഒരൊറ്റ വീടുമില്ല, ഒരൊഴിഞ്ഞ പറമ്പായിരുന്നു. അങ്ങനെ അവിടെ ഒരു പുതിയ വീട് വന്നപ്പോ ആ വീട് ഇയാളെ വീടിന്റെ അത്ര ഉഷാറ് തന്നെയാണ്. 2 വീടും അതിമനോഹരമാണ്, കൊട്ടാരം പോലത്തെ വീടാണ്. പക്ഷെ ആ വീടും ഈ വീടും കമ്പയർ ചെയ്തപ്പോ നമ്മുടെ വീടിന്റെ അടുക്കള വളരെ ചെറുതാണ്. ചെറുത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ അടുക്കളയാണ്. പക്ഷെ ആ മുമ്പിൽ വന്ന വീടിനെ അപേക്ഷിച്ച് നോക്കുമ്പോ എന്റെ വീടിന്റെ അടുക്കള കുറവാണ്. ഇയാളെ ഭാര്യ അങ്ങ് തുടങ്ങി, അത് നമുക്കൊന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യണം. ആ വീട് കണ്ടില്ലേ, ആ അടുക്കള കണ്ടില്ലേ, അടുക്കള എന്ന് പറഞ്ഞാല് ഒരു വലിയ അടുക്കളയാണ്. എന്നിട്ട് ഈ പാവത്തിനെ കൊണ്ട് കടം വാങ്ങിപ്പിച്ചിട്ട് ഈ അടുക്കള എക്സ്റ്റെൻഡ് ചെയ്യാ, എന്നിട്ട് ഈ സാധുവിന് ഈ പൈസ ഓൺ ടൈമിൽ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, എന്നിട്ട് അതിന് ടെൻഷനായി ജീവിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് സിംപ്ലിഫൈ എന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഒരു സുഹൃത്ത് നാട്ടിൽ പോകുമ്പോ എപ്പോഴും എക്സസ് ബാഗേജും കൊണ്ട് കുറെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുപോയി അത്യാവശ്യത്തിന്റെ സാധനങ്ങൾ വാങ്ങാതെ അങ്ങനെ ജീവിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇനി ഇങ്ങനത്തെ ഒരു സാമ്പത്തിക അച്ചടക്കത്തിലേക്ക് പോകുമ്പം
നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാം. അത് അവിടെ ഇവരൊക്കെ നോക്കി നമ്മൾ കുറേ പൈസ അതിന് വേണ്ടി പൊടിക്കാതെ ഒരു മാന്യമായ സമീപനത്തിലേക്ക് നമുക്ക് മാറാം. നമ്മൾ പല ആളുകളും പൊങ്ങച്ചം കാണിക്കുന്നുണ്ട്. പ്രവാസികളെ കുറിച്ച് പറയുമ്പോൾ തന്നെ പൊങ്ങച്ചം കാണിക്കാന്നാ പറയാം. അത് ശരിയൊന്നുമല്ല. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ പൊങ്ങച്ചം കാണിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മളൊരു കൺട്രോൾ എടുക്കുക. ഇപ്പൊ നമ്മളെ വന്നിട്ട് 4 ആൾ വന്ന് സാറേ എന്ന് വിളിച്ചാൽ അവർ ചോദിക്കുന്ന എന്തും നമ്മളെ കണ്ടൊരു പ്ലാൻ ഉണ്ടാക്കുന്നു. ആ പ്ലാൻ മുഴുവൻ നമ്മൾ ഏറ്റെടുക്കുന്നു. അല്ല, നമ്മുടെ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കിയിട്ട് ആ പൊങ്ങച്ചം ഒന്ന് കുറച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇതാണ് ഞാൻ സിംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞത്. ഇങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ നമുക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് രണ്ടാമതൊന്നുകൂടെ പറയാം. നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞത് 5 പ്രധാനമായ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2025. അപ്പോൾ അതിലൊന്ന്, നമുക്ക് വർക്കിംഗ് ഇൻകം, നമ്മളെ ജോലിയിൽ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക, നല്ല ഇൻകം ഉണ്ടാക്കുക, പ്രമോഷൻ വാങ്ങുക. അപ്പൊ ശമ്പളം കൂടുതൽ കിട്ടാനുള്ള എല്ലാ പരിപാടികളും എടുക്കുക. എന്നിട്ട് സേവിങ് ചെയ്യുക. അതിൽ നിന്നൊരു 30% മാറ്റി വെക്കുക. ആദ്യം തന്നെ സേവ് ചെയ്യണം, എന്നിട്ടേ ചെലവുകൾ നടത്താവൂ. ആദ്യം സേവ് ചെയ്യുന്നു. ആ സേവ് ചെയ്യുന്ന പൈസ എവിടെയെങ്കിലും കൊണ്ടുവെക്കാതെ അത് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. ഞാൻ എവിടെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ആ സേവിങ് അതേപോലെ ഇൻവെസ്റ്റ് ചെയ്യുക. ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ. അപ്പം ചില ആളുകൾ ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ, നമ്മൾ സേവ് ചെയ്യുക, എന്നിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുക. അപ്പം ഒരു സ്ഥലത്ത് ഇൻകം വന്നാൽ നമ്മൾ കൂടുതൽ പഠിക്കും, അടുത്ത സ്ഥലത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും, കൂടുതൽ പഠിക്കും, വേറെ സ്ഥലത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ അതിങ്ങനെ വരും. അങ്ങനെ 5 വർഷം കൊണ്ട് നമുക്കൊരു 10 ഇൻകം സോഴ്സുകളൊക്കെ നമുക്ക് വരും. അപ്പം പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുക. അതോടൊപ്പം നിലവിലുള്ള ജീവിതത്തിൽ അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കി ഒരു നല്ല അച്ചടക്കമുള്ള സാമ്പത്തിക ജീവിതത്തിലേക്ക് നമുക്ക് വരാം. ഇങ്ങനെ വരുമ്പം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നേടാൻ പറ്റും. അപ്പൊ 2025 നമുക്ക് സാമ്പത്തികമായി ഉയരാൻ ആവശ്യമായ കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. നമ്മൾ ആക്ഷൻ എടുക്കണം. ഇത് കുറെ കാലമായില്ലേ നമ്മൾ കേൾക്കുന്നു. അപ്പൊ ഇപ്പൊ നിങ്ങൾ കേട്ട കാര്യമൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലയ്ക്ക് ഒരു പുതിയ വർഷം വന്നപ്പോൾ നമ്മളത് ഇട്ടതാണ്. അപ്പൊ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് നമ്മുടെ ലിങ്കിൽ വരാം. ജനുവരി 4-നാണ് റിയാദിലെ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. അത് രാവിലെ 9 മണി മുതൽ 7 മണി വരെയാണ്. അത് ഈ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഈ 5 പോയിന്റ്, അഥവാ നമ്മുടെ ഇൻകം എങ്ങനെ കൂട്ടാം, എങ്ങനെ ഒരുപാട് മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് പാസീവ് ഇൻകം നമുക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യാം, നമുക്ക് എങ്ങനെ ഒരു ഫിനാൻഷ്യൽ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാം, നമ്മുടെ ഫിനാൻഷ്യൽ ബ്ലൂ പ്രിന്റ് എന്താണ്, അത് നമുക്ക് എങ്ങനെ ചെയ്യാം, നമ്മുടെ പണം എങ്ങനെ മാനേജ് ചെയ്യണം, ഹൗ ടു വിൻ ദ ഗെയിം ഓഫ് മണി, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സേവിങ്സ്, അതിന്റെ പ്രാക്ടിക്കൽ വശങ്ങൾ, നമ്മുടെ നെറ്റ് വർത്ത് എന്താണ്, നമുക്ക് എത്ര കടമുണ്ട്, നമുക്ക് എത്ര കടമുണ്ട്, അത് നമുക്ക് എന്ന് വീട്ടാൻ പറ്റും, നമുക്ക് ഫൈനാൻഷ്യലി ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പ്രാക്ടിക്കലി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ വളരെ കുറഞ്ഞ ആളുകളെ നമ്മൾ എടുക്കുകയുള്ളൂ. കാരണം ഇപ്പൊ തന്നെ ഏകദേശം സീറ്റുകൾ നമുക്കൊരു 6-7 സീറ്റുകളെ ഇനി ബാക്കിയുള്ളൂ. കാരണം കുറഞ്ഞ ആളുകളാകുമ്പോൾ നമുക്ക് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എല്ലാ വിഷയങ്ങളും കേൾക്കാനും നമുക്ക് പരസ്പരം ചർച്ച ചെയ്ത് നമുക്ക് ഈ വിഷയങ്ങളൊക്കെ നടത്താൻ പറ്റും. അപ്പം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ഇതിൽ ടൈപ്പ് ചെയ്യാം. ഈ മാസം ജനുവരിയിൽ തന്നെ നമ്മൾ ദുബൈയിലും ബഹ്റൈനിലും നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ലിങ്ക് നമ്മൾ ഇടാം. അപ്പോൾ അറിയിക്കാം, നിങ്ങൾക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നേ ഉള്ളൂ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? നമുക്ക് ഹൗ ടു അറ്റൻഡ് സ്മാർട്ട് മണി പ്രോഗ്രാം ഫ്രം റിയാദ്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് ഓക്കെ നമ്മുടെ നമ്പർ അതിൽ ടൈപ്പ് ചെയ്തിടാം. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എന്നെ ഒരു പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് നമ്പർ തരാം, നമ്മുടെ കോർഡിനേറ്റർ നമ്പർ തരാം. ഓക്കെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? നമുക്ക് ഈ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.